ഷോക്ക് കിട്ടിയമാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങളാരും ഒന്നും. കോടതിയുണ്ട്, ഇനിയും ഇവിടെ പലതും പറയാനുണ്ട്, തെളിയിക്കാനുണ്ട്. ഈ കോടതി മുഴുവനും കേട്ടില്ല, അവളെ കേട്ടില്ല. നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിധി വന്നു. ജനപ്രിയ നായകൻ ദിലീപ്, ദ വൺ ആൻഡ് ഓൺലി ദിലീപ് നിരപരാധി എന്ന് കീഴ്ക്കോടതി വിധിച്ചു. വെരി ഗുഡ്. കുറ്റക്കാരനല്ല ദിലീപ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു സംഭവമാണ് പുറത്തു വരുന്നത്. അതായത് ഗൂഢാലോചന നടന്നു, പക്ഷെ അത് തനിക്കെതിരെയാണ്. മഞ്ജു ഉൾപ്പെടെയുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദിലീപ് അടുത്ത ആയുധമെടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, എനിക്കെതിരെ ഒരു തെളിവുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും കൊഴുപ്പ് കാണിച്ച് അതിന്റെ ബലത്തിൽ നേടിയ ഒരു വിജയമാണ് ദിലീപ് ഇത്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ 100% വിശ്വസിക്കുന്നു, ഇതിന്റെ എല്ലാം പിന്നിൽ അവൻ തന്നെയാണ്. ഈ പറയുന്ന കാളകൂട വിഷമാണ് ആര്? ഈ പറയുന്ന ദിലീപാണ് ഇത് ചെയ്തത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു. യവൻ തന്നെയാണ്. വിശ്വസിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. അതായത് ഇവൻ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ഇവൻ ഈ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. അതായത് കോടതിയാണല്ലോ, അവിടെയുള്ള ജഡ്ജിയാണല്ലോ. ജഡ്ജിക്ക് ഈ പറയുന്ന, അതായത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ വോയിസ് വരെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുകൊടുത്ത് അതൊന്നും അവർ മുഖവിലക്കെടുത്ത് അതെല്ലാം ഫേക്ക് എന്ന് തള്ളിക്കളഞ്ഞു. ആര്? ഈ പറയുന്ന ജഡ്ജി. അതിൽ കൂടുതൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഇത് മുമ്പേ നമ്മൾ വിധിച്ച, അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന വിധി തന്നെയാണ് ഇത് ഇങ്ങനെയേ വരത്തുള്ളൂ എന്നുള്ളത്. അതായത് ഈ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരുപാട് ദുരൂഹതയ്ക്ക് അപ്പുറം ഇതിന് എല്ലാ തുടക്കം മുതൽ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ആ ഒരു കപടധാരിയുണ്ട്. ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അവന്റെ പണത്തിന്റെയും ഈ പറയുന്ന പവറിന്റെയും കൊഴുപ്പിൽ കാണിച്ച ഒരു പെൺകുട്ടിയെ, അതായത് ആ അതിജീവിത, നിങ്ങൾ മനസ്സിലാക്കണം, രാത്രി 9:30 തൊട്ട് ഏതാണ്ട് 2 മണിക്കൂർ ഒരു കാറിനകത്ത് 6 പേരാണ് കുറ്റബലാത്സംഗത്തിന് ഇരയാക്കിയത്. മനസ്സിലായോ? ഈ 6 പേരെ ശിക്ഷിച്ചു. പക്ഷേ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച, ഇതിനൊക്കെ ആരാണ് ഇവനെ പറഞ്ഞു വിട്ട അവനെ ശിക്ഷിക്കാതെ ഇതിലെന്ത് നീതിയാണ് കിട്ടിയത്? എനിക്കൊരിക്കലും നമ്മുടെ ആ പെൺകുട്ടിയുടെ രീതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണെന്ന് ചിന്തിച്ചു നോക്കി, ആ പെൺകുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയ. അതിനൊക്കെ ചുക്കാൻ പിടിച്ചവൻ എന്ത് ചെയ്തു? ഇപ്പൊ പുറത്താണ്. അതായത് ഇവിടെ സത്യം പറഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സർക്കാർ വരെ തോറ്റു എന്ന് പറയേണ്ടത്. അതായത് വെറും എതിർഭാഗത്ത് വാദിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാമൻ പിള്ളയെ പോലുള്ള വൻ വക്കീലും അതിന്റെ കൂടുതൽ 28 പടകളാണ്, വക്കീൽ പടകളാണ് ഉണ്ടായിരുന്നത്. രാമൻ പിള്ളയെ കൂടാതെ 28 പേർ. ഇവിടെ സർക്കാർ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വെറും 2 പേർ. വെരി ഗുഡ്. അപ്പൊ പണം വാരി എറിഞ്ഞുകൊണ്ട് നേടിയെടുത്ത ഒരു വിധി. 28 പേരാണ് മൊഴി മാറിയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ദിലീപിനെതിരെ മൊഴി കൊടുത്ത ഭാമ ഉൾപ്പെടെയുള്ള, പിന്നിൽ കുത്തിയ ഭാമ ഉൾപ്പെടെയുള്ളവരാണ് 28 പേരാണ്. അതായത് ദിലീപിന് ഈ പറയുന്ന ഈ നടിയുമായിട്ട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പലയിടത്തും വെച്ച് ഇവര് തമ്മിൽ എന്താണ് തീർത്തു കളയും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്ത 28 പേരാണ് ദിലീപ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തായതിനു ശേഷം മാറ്റി പറഞ്ഞത്. അവിടെ നിന്ന് തന്നെ ഈ പറയുന്ന ഗൂഢാലോചന തെളിയിക്കാനുള്ള എല്ലാ സകല തെളിവുകളും നഷ്ടപ്പെടുകയാണ്. മനസ്സിലായോ? സകല പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ്. കാരണം ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഒരിക്കലും തുറന്ന സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന ഒരു സാധനമല്ല. ഇതിൽ നമുക്ക് എന്താണ് സാഹചര്യ തെളിവുകൾ ഒക്കെ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ദൃക്സാക്ഷി ഇതിനകത്ത് കാണത്തില്ല. ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന വിഷ്വൽ എവിഡൻസ് അങ്ങനെയൊക്കെ കാണാൻ വളരെ പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഗൂഢാലോചന തെളിയിക്കാൻ ഭയങ്കര പാടാണ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അവിടെ ആ ദൃക്സാക്ഷി അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 28 പേർ ഇവരുടെ കൂടെ നിന്ന ഒറ്റ ചങ്കായി കൂടുന്ന ഭാമ ഉൾപ്പെടെയുള്ളവർ. ഭാമയൊക്കെ എവിടെയുണ്ടോ? ഈ പാമ്പൊക്കെ ഭാമ നീ എവിടെ കൊണ്ട് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ ഈ പറഞ്ഞ ദിലീപും ഈ പറയുന്ന ഈ നടിയുമായി നടന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എടുത്തു പറയാം. അന്ന് ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ദിലീപിനെ ഇവളെ എന്ത് ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ഇവളെ എന്ത് ചെയ്യുന്നു, അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു ദിലീപിനെ എന്ന് പറഞ്ഞവരൊക്കെ എന്തിനു തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ 2 പേര് മാറിപ്പോയത് എന്തെന്ന് നിങ്ങൾ ആലോചിക്കുക. രാജിവെച്ച് പോയത്. അതായത് ഈ ജഡ്ജിയിൽ നിന്ന്
നമുക്ക് വിധി ന്യായമായിട്ടുള്ളൊരു വിധി കിട്ടില്ല. അവര് ബയസ്ഡ് ആണ്. മനസ്സിലായി, ദിലീപിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മൾ ഹാജരാക്കുന്ന തെളിവുകളെല്ലാം അവർ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 2 പ്രോസിക്യൂഷനാണ് എന്ത് ചെയ്തത്, ഇതിൽ നിന്ന് രാജിവെച്ച് പോയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുമല്ല, ഈ പറയുന്ന നടി, ആക്രമിക്കപ്പെട്ട നടി എത്ര തവണ സുപ്രീം കോടതിയിൽ പോയി അപേക്ഷ നൽകി, ഈ പറയുന്ന ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജി എനിക്ക് വിശ്വാസമില്ല, മാറ്റണമെന്നും. നടന്നില്ല. ഇതെല്ലാം പണത്തിന്റെ കളികളാണ്. ദിലീപിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ ഈ പറയുന്ന പവർ കണ്ട്, പണം കണ്ട് വാലാട്ടുന്ന അഖിൽ മാരാറിനെ പോലുള്ളവർ, നിനക്ക് ഈ പറയുന്ന മാരാറ് നിന്നെ പല രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. നല്ലത് പറഞ്ഞാൽ നല്ലതെന്നും, വൃത്തികേട് വിളിച്ചു പറയുമ്പോൾ, വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ അത് വിവരക്കേടാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ അവനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നു, എന്താണ്, ഈ കാറിൽ വെച്ച് എങ്ങനെ അവളെ എങ്ങനെ പീഡിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. അതായത് അതിജീവിത പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല എന്നുള്ളത്. 2 പെൺമക്കളാണ് നിനക്കുള്ളത്. 2 പെൺമക്കൾ, ഒരു ഭാര്യയുണ്ട്, 3 സ്ത്രീകളാണ്. നീ ഞാൻ എപ്പോഴും പറയും, നീ ന്യായീകരിച്ചു ഈ പറയുന്ന ദിലീപിനെ ന്യായീകരിച്ചു. പക്ഷേ ന്യായീകരിക്കുമ്പോൾ തിരിച്ചില്ല, ഈ അതിജീവിത ഇട്ട് കുത്തരുത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിജീവിത പടച്ചുവിട്ട ഒരു കഥയാണ് ഈ പീഡനം. അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞ സോക്കോൾഡ് ബുദ്ധിമാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഖിൽ മാരാറ് പറഞ്ഞു. ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു കാറിനകത്ത് വെച്ച് പീഡനം നടക്കില്ല എന്ന് അഖിൽ മാരാറ് പറയുന്നത്. കാറോ? എടാ, സൈക്കിളിൽ വെച്ച് പീഡിപ്പിക്കാൻ അറിയാമോ? ഓട്ടക്കകത്ത് വെച്ച് വേണമെങ്കിൽ പീഡിപ്പിക്കാം. എന്താണ് പീഡനം? എങ്ങനെയാണ് പീഡിപ്പിച്ചത്? ഈ പറയുന്ന 6 പേര് എങ്ങനെയാണ് ഈ പറയുന്ന നടിയെ പീഡിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് നിനക്കറിയാം. അത് എന്ത് വീഡിയോ ആണ്, ഏത് രീതിയിലാണ് അവിടെ ഷൂട്ട് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഇത്രയും വലിയൊരു കാറിനകത്ത് വെച്ച് പീഡിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നടി പറയുന്നത് കള്ളമാണെന്നാണ് പറയുന്നത്. ഉളുപ്പില്ലാത്ത ജന്തുക്കൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വിധിയോട് എനിക്ക് 1% പോലും ഞാൻ യോജിക്കുന്നില്ല, ഞാൻ തൃപ്തനുമല്ല. ഈ പറയുന്ന ഗൂഢാലോചന നടത്തിയ ദിലീപ് എന്ന് പറയുന്ന നരാധിപനെ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഇതിനകത്ത് ഒരു നീതിയും കിട്ടത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ മനസ്സിലാക്കും, ഇവിടെയൊക്കെ ചങ്കുറപ്പട ഒറ്റ ചങ്കായി നിന്ന ഒരു ആളുണ്ട്. അത് ഭാഗ്യലക്ഷ്മിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചങ്കുറപ്പുണ്ട്. ഇതുപോലെയുള്ള പണത്തിന്റെയും അധികാരത്തിന്റെയും ഇത് കണ്ട് മറ്റേ ദിലീപിന്റെ ഫ്രണ്ടിൽ നിന്ന് വാലാട്ടികളെയൊക്കെ കണ്ടു പഠിക്കണം ഭാഗ്യലക്ഷ്മിയെ. ആ രീതിയിലാണ്. ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഭാഗ്യലക്ഷ്മിയെ ഒരു ബൈറ്റ് കണ്ട, സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആ ലെവലില്, അതായത് ഒരു അമ്മയുടെ വികാരമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. സ്വന്തം മകൾക്ക് പറ്റിയപ്പോൾ, അതായത് എല്ലാം അറിയാം എവനാണിത് ചെയ്തത്, ഇതിനെല്ലാത്തിനും ഗൂഢാലോചന നടത്തിയത് ഈ പറയുന്ന ദിലീപാണെന്നറിയാം, ഇതിനൊക്കെ തെളിവ് കൊടുത്തു. എന്നിട്ട് പോലും എന്ത് ചെയ്ത് ഈ പറയുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയാണ് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല, ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു. അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത്. അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഞങ്ങൾ ഇന്നലെ വാസ്തവത്തിൽ ഞാൻ അവളോട് പറഞ്ഞത്, TV വെക്കരുത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം, 1 മണിക്ക് ശേഷം നമുക്ക് TV ഒക്കെ കണ്ടാൽ മതി, നീ മുകളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു, ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ. അപ്പോൾ അവൾ മുകളിലുള്ള മുറിയിൽ തന്നെയായിരുന്നു. അവൾ TV കാണാനൊന്നും വന്നില്ല. ഞാനും അവളുടെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ, ശില്പ, മൃദുല എന്നൊക്കെ പറയുന്ന കുട്ടികൾ, പിന്നെ അവളുടെ ബ്രദേഴ്സ് 2 പേരും ഉണ്ടായിരുന്നു, അമ്മയും. ഞങ്ങൾ മാത്രം TVയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അവരുടെ ആ ദുഃഖം, അവരുടെ ആ മനസ്സിലുള്ള ദുഃഖം നമുക്ക് മനസ്സിലാക്കണം. അത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു. ഒരു അമ്മയെ പോലെ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം പറ്റി. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഇന്നയാളെന്നറിയാം. തെളിവുകൾ കൊടുത്തിട്ട് പോലും
ആ തെളിവുകളൊന്നുമല്ല എന്ന് കരുതി തെളിവുകളൊന്നും സ്വീകരിക്കാതെ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവൻ മാന്യനായിട്ട് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ, ആ ഒരു സങ്കടമാണ്, നമ്മക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഈ പറയുന്ന വാക്കുകളിൽ, ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ ഈ പറഞ്ഞ ചേഷ്ടകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ്, 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും അപ്പോൾ ഈ താഴെ ഈ ടി വിയുടെ പൊള്ളി അവൾ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാതിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അതായത് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ഈ നടി പറഞ്ഞാണ് ഷോക്കായതുപോലെ ഇരിക്കുകയാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ചേച്ചി? അത് ഞാൻ ഇനി അവൾ എന്താ ചെയ്യേണ്ടത്? തൂങ്ങിച്ചാവണമായിരുന്നോ? എന്നെ ക്രൂരമായി പീഡിപ്പിച്ചവരാണ്, ക്രൂരമായി പീഡിപ്പിച്ച 6 പേരെ കൊണ്ട് വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിന് ചുക്കാൻ കൊടുത്തവൻ പുറത്തിറങ്ങി വിലസുകയാണ്. ഞാനൊന്നുമല്ല ചെയ്തിട്ടില്ല. അതായത് ഇവരെല്ലാം പറയുന്നത് ഈ പറയുന്ന പൾസർ സുനിക്ക് പെട്ടെന്നുണ്ടായ ഭൂതോദയമാണ് അതിൽ പോയി ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. ആരും ഒന്നും മിണ്ടിയില്ല, ആരും ഭക്ഷണം കഴിച്ചില്ല, എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു. അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത്. അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. 100% കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. 2 മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി 15 ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഈ ഇൻസിഡൻറ്റ് നടന്ന സമയം, ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത്. ഓക്കെ, ഇത് കുറച്ചുണ്ട്. അത് കേട്ട് കഴിഞ്ഞ് സത്യം നമുക്ക് സങ്കടം വരും. നമ്മുടെയൊക്കെ മക്കൾക്കാണ് ഇതൊരു അവസ്ഥ വരൂ എന്ന് പറയുമ്പോൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സമയത്ത് ആ ഒരു വേദന മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ദിലീപ് തന്നെയാണ് ഇത് ചെയ്തത്. മനസ്സിലായോ? നടിയെ ആക്രമിച്ചപ്പോൾ ഒരു ടെമ്പോ വാനിലാണല്ലോ പോയത്. അതിൻ്റെ ബാക്കിൽ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. അതിൽ അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അന്ന് ദിലീപിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. മെമ്മറി കാർഡ് അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അത് ആര് മാറ്റി? എങ്ങനെ മാറ്റി? എന്തൊരു കോടതിയോ എന്തോ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച രംഗം കോടതിയിൽ കൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് അത് പലരും ചോർത്തിയെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ കോപ്പി ചെയ്ത് മാറ്റുന്നു. നാണമുണ്ടോ കോടതി? അതാരാണ്? എന്തിനാണ്? ഇതുവരെക്കായിട്ട് പറഞ്ഞുകൂടാ. ഇതെല്ലാം പണത്തിൻ്റെ കളിയാണ്. പണത്തിൻ്റെയും പവറിൻ്റെയും കളി. കൂടെ നിന്ന് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യരെ, കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ദിലീപ് ഇത് കാണിച്ചതിന് യവന് കിട്ടിയിരിക്കും എത്ര യവൻ ഇനിയിപ്പം അടുത്ത ഹൈക്കോടതി പോയ ഒരു 6-7 കൊല്ലം പിടിക്കട്ടെ. അവൻ ചാകുന്നതിന് മുമ്പെങ്കിലും യവൻ കുറ്റക്കാരനാണെന്ന് ജനം അറിയണം. അത്രയുള്ള എൻ്റെ ആഗ്രഹം. ഇനി മറ്റൊരു സംഭവം കൂടി കേൾക്കാം. ായിട്ട് അയാളെ ആർക്കൊക്കെയോ വേണ്ടി 8 വർഷം മുമ്പ് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അയാളെ പുറത്താക്കുന്നത് പോലെ പുറത്താക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മളെല്ലാവരും കണ്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത്. കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ്. ഇതിന് മുകളിൽ ഇനിയും കോടതിയുണ്ട്. ഇനിയും ഇവിടെ പലതും പറയാനുണ്ട്, തെളിയിക്കാനുണ്ട്. ഈ കോടതി മുഴുവനും കേട്ടില്ല, അവളെ കേട്ടില്ല.
അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, പലരുടെയും ഇടപെടലുകൾ, പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ചോറുണ്ടെന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ്. എത്രയോ ന്യായാധിപന്മാർ, എത്രയോ അഡ്വക്കേറ്റ്സ്, എത്രയോ പോലീസ് ഓഫീസേഴ്സ്, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുജനം എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ് അയാളെ സംരക്ഷിച്ചത്, അയാളുടെ പണവും സ്വാധീനവുമാണ് എന്ന് പറയുമ്പോ സിനിമാ ലോകം അയാളെ 4 കൈയും നീട്ടി സ്വീകരിക്കുന്നു. എനിക്ക് സങ്കടമല്ല തോന്നിയത്, പുച്ഛമാണ് തോന്നിയത്. ഉറപ്പല്ലേ, അയാളുടെ പണവും അധികാരവും തന്നെയാണ് അയാളെ രക്ഷിച്ചത്. ഭാഗ്യലക്ഷ്മിയെ പോലെ എനിക്കും പുച്ഛമാണ് തോന്നുന്നത്. അതുമല്ല, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ മനക്കരുത്ത്, ആ സ്ത്രീക്ക് ഇത്രയും ധൈര്യമായിട്ട് ആ ഒരു ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ നിൽക്കാൻ തോന്നി. സമ്മതിക്കണം അവരെ, മനസ്സിലായി, അവരെ സമ്മതിക്കണം. അവരും ഈ ഫീൽഡിലുള്ള അവർക്കറിയാം ഈ പറയുന്ന ദിലീപാണ് അവിടെ ഭരിക്കുന്നത്. ഞാൻ അവനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസരങ്ങൾ വരെ തട്ടിക്കളയും, അല്ലെ ഈവൻ എൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചങ്കുറപ്പോടെ നിന്ന് പൊരുതുന്നല്ലോ. അവരെ കണ്ട് പഠിക്കടാ നാറികളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.